പരിപാടിക്ക് ആശംസകൾ അറിയിക്കാമെന്ന വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ മാഷിക്കും അതുപോലെ നമ്മുടെ 20-ാം വാർഡ് മെമ്പർ ശങ്കരേട്ടനും ഇവിടെ കൂടിയ എല്ലാ നാട്ടുകാർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അറിയിക്കുകയാണ്. ഒരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ലഹരി ഇത്രയും വിപത്തായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ഓരോ രക്ഷിതാക്കളും ഓരോ യുവാക്കളും അതിനെതിരെ പോരാടാൻ വന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു ദുഃഖമായി മാറും. നമ്മൾ ഒരൊറ്റക്കാരും ഒരു നാട്ടുകാരൻ ഏതൊരു രക്ഷിതാവും ശ്രദ്ധിച്ചാൽ മതി. ഒരു നാട്ടിൽ ഒരു ഉദാഹരണം പറയും, തോട്ടശ്ശേരിയാറ എന്ന് പറയുന്ന ഈ നാട്ടിൽ ഏറി വന്നാൽ ഒരു 10-15 ഏതെങ്കിലും ഭാഗത്തു നിന്ന് 1-2 അടക്കം 10-15 ആളുകളെ ഇനി ലഹരിയുടെയും അതിന്റെ വിൽപ്പനക്കാരും അതിന്റെ ഉപയോഗകരും ഉണ്ടാവുള്ളൂ. ബാക്കി നാട്ടിലുള്ള ഏറിയാൽ 5000-4000 ആളുകളുള്ള ഈ നാട്ടില് ഈ 15 ആളുകളെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഈ 10-15 പേര് അവരെ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ പേടിച്ച് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് മനുഷ്യനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? നമ്മളൊക്കെ ആണാണോ? ഈ ലഹരി ഉപയോഗിക്കുന്ന 10-15 ആളുകളെ ഒരു വെല്ലുവിളിയിൽ 1% പോലും ഞങ്ങളാരും പതറുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കർമ്മസേന 1-ാം വാർഡ് കർമ്മസേനയും ഈ തോട്ടശ്ശേരിയുടെ സൗഹൃദ വേദിയും ഇന്നിവിടെ പരിപാടി നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ പലതും പറഞ്ഞ് പല രീതിയിൽ ഞങ്ങളെ ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കിയ ആളുകളുണ്ട്. ഞങ്ങളെ പല രക്ഷിതാക്കളെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്ന്. നമുക്കറിയാം ആരുടെ പേരിലെ കേസുകളുണ്ടെന്ന്. ഒരു നിയമവും നിങ്ങൾക്ക് അനുകൂലം നിൽക്കില്ലെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഞങ്ങളുടെ ഈ നന്മയാർന്ന പ്രവർത്തനം ഈ നാടിന്റെയും അടുത്ത തലമുറയുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ യുവാക്കൾ ഇവിടെ കൂടിയിട്ടുള്ളത്. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങള് ഒരു മയക്ക് വന്ന ഈ പാർട്ടികളാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയല്ല. ഈ നാട് മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്നത് ഈ നാട്ടിലെ യുവാക്കള്, ചെങ്ങാനി പ്രദേശത്തെയും തോട്ടശ്ശേരിയുടെ പ്രദേശത്തെയും യുവാക്കള് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു രാഷ്ട്രീയമോ ജാതി മത വ്യത്യാസമില്ലാതെ ഈ പരിപാടിക്ക് ഇവിടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളെ പോലത്തെ 10-15 പേരെ കണ്ടിട്ട് പിന്മാറുന്നവരല്ല ഈ യുവാക്കളെന്ന്. ഞങ്ങൾക്കൊന്നേ പറയാം, ഞങ്ങളുടെ കൺമുന്നിൽ ഈ കർമ്മസേനയുടെയും തോട്ടശ്ശേരിയാറ സൗഹൃദ വേദിയുടെ കൺമുന്നിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ കച്ചവടം നടത്തൂ. നമ്മൾ എങ്ങനെയാണ് ചെങ്ങാലി പ്രദേശത്ത് കച്ചവടം നടത്തിയതെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടവരാ. ഒരു ഇരുട്ടിന്റെ മറവിൽ, ഒരു ഏത് സമയത്തും ഇരുട്ടിന്റെ മറവിൽ 1-2 വണ്ടികൾ ചെങ്ങാലി ഒഴിഞ്ഞ പ്രദേശത്തുണ്ടായിരുന്നു. ഇന്നാണ് നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ, ഞങ്ങളെ വെല്ലുവിളിച്ച ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അവിടെ നിന്ന് കച്ചവടം ചെയ്യും. ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കണ്ടതെന്നും നിങ്ങൾ 1-2 ആളല്ലത്, ഇതൊരു ടീമാണ്. ഇതൊരു കർമ്മസേന എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഇതൊരു നാടും 2 തോട്ടശ്ശേരിയാറ സൗഹൃദ വേദിയും കൂടിയിട്ട് 2 പ്രദേശങ്ങൾ ഒന്നായതാണ്. നിങ്ങളെ 10-15 ആളെ കണ്ടിട്ട് ഈ 2 പ്രദേശങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേശം വിവരം ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ പോരെ. ഒന്നും വിവരമില്ലാത്തവരോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇതിനെ കുറിച്ച് അറിയാത്തവരോ അല്ലല്ലോ. നിങ്ങളെ 10-15 പേരെ കണ്ടുകാണ്ട് പിന്തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ എന്റെ നേരെ വന്ന് പറഞ്ഞു, ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ടാണ്, എന്നോട് പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ വരും, വോട്ട് തരില്ലാന്ന്. ആർക്കുമാണ് നിങ്ങളെ വോട്ട്? നിങ്ങളെ കണ്ടിട്ട് ആരോടെ മത്സരിച്ചിട്ട് തോൽക്കുക ജയിക്കുക അതൊക്കെ വേറെ കാര്യം. ഞങ്ങൾക്കൊരു നിയമത്തൊരു ലക്ഷ്യമുള്ളൂ. ഞങ്ങളുടെ നാടിൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. അത് നിങ്ങൾ വോട്ട് ചെയ്താലും ശരി, നിങ്ങൾ എന്ത് ചെയ്താലും ശരി. അത് ഞങ്ങളെ ഒരാളെ നിങ്ങളൊന്ന് ചൊറിയാമെന്ന് നോക്കി അപ്പൊ കാണാം എന്താണ് കർമ്മസേന എന്ന്. അത് അന്ന് ഞങ്ങൾ നിയമത്തിന്റെ വഴിക്കും. കാരണം ഞങ്ങൾ എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു തരാം, ആ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ. പാടത്ത് പണിക്ക് വന്നാൽ വരമ്പത്ത് കൂടി ഞങ്ങൾ കൊടുത്തിരിക്കും. അത് പണിക്ക് വരുന്നവർ ഓർത്താൽ നമ്മൾ. അത്രമാത്രമാണ് എനിക്ക് ഈ പരിപാടിയിൽ എനിക്ക് ആശംസ അറിയിച്ച് അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറയാനുള്ളത്. ബാക്കി ഞാൻ നമ്മുടെ അബൂബക്കർ മാഷിനെ വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.